പുതിയ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. സഖ്യകക്ഷി നേതാക്കൾ ഒപ്പിട്ടിരിക്കുന്ന പിന്തുണ കത്തും നൽകി. ഇതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ബി.ജെ.പിയും നരേന്ദ്രമോദിയും മറ്റ് സഖ്യകക്ഷി നേതാക്കൾക്കൊപ്പം സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ നരേന്ദ്രമോദിയെ നിയുക്ത പ്രധാനമന്ത്രിയായി രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. राष्ट्रपति जी ने मुझे अभी बुलाया था और मुझे प्रधानमंत्री डेजिग्नेटेड के रूप में काम करने एक नियुक्ति दी है. ജൂൺ 9-ാം തീയതി വൈകിട്ട് 6 മണിക്ക് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ വെച്ച് ഏകദേശം 10,000 ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി നടക്കുക. ഒപ്പം തന്നെ ബംഗ്ലാദേശ്, മാലദ്വീപ്സ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും ഈ പരിപാടിയിലേക്ക് ക്ഷണമുണ്ട്. നരേന്ദ്രമോദിക്കൊപ്പം ക്യാബിനറ്റ് മന്ത്രി പദവി വഹിക്കുന്ന മറ്റ് ആളുകളും ജൂൺ 9 തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. ആരൊക്കെ മന്ത്രിമാരാകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിൽ ബി.ജെ.പിക്ക് അകത്ത് ഒരു ധാരണയായിട്ടുണ്ട്. പീയൂഷ് ഗോയൽ, അമിത് ഷാ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, നിതിൻ ഗഡ്കരി തുടങ്ങിയവർ. കേരളത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയും ക്യാബിനറ്റ് മന്ത്രി പദവിയിലേക്ക് എത്തും. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് ബി.ജെ.പി നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. സഖ്യകക്ഷികളിൽ നിന്നും ആരൊക്കെ എന്നതാണ്. ടി.ഡി.പിയും ജെ.ഡി.യും ഇപ്പോഴും വിലപേശൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 വീതം ക്യാബിനറ്റ് മന്ത്രി പദവും 2 വീതം സഹമന്ത്രി പദവും വേണമെന്നുള്ള കാര്യം. ബി.ജെ.പിയുടെ ഓഫർ എന്ന് പറയുന്നത് ഓരോന്ന് വീതം ക്യാബിനറ്റ് മന്ത്രി പദവിയും 2 വീതം സഹമന്ത്രി പദവിയും നൽകാമെന്നുള്ളതാണ്. ഇതിലൊരു ധാരണയിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ചർച്ചകളൊന്നും തന്നെ മന്ത്രിസഭാ രൂപീകരണത്തെ ബാധിക്കില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ എൻ.ഡി.എ കക്ഷി നേതാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വിപരീതമായി ഒരു സഖ്യകക്ഷി സർക്കാർ വരുമ്പോൾ ജെ.ഡി.യുവിനും ടി.ഡി.പിക്കും ഒരേ രീതിയിൽ തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിട്ടും എന്തായാലും ബി.ജെ.പി ശ്രമിക്കുക. ഇന്നത്തെ എൻ.ഡി.എ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പ്രസംഗങ്ങളും എല്ലാം തന്നെ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. ജൂൺ 9 സത്യപ്രതിജ്ഞാ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ രാഷ്ട്രപതി ഭവനിൽ വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അത് ഏറ്റവും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു.